എല്ലാവർക്കും സ്വാഗതം. ഹലോ ആൻഡ് ഇത് അലക്സ്. സോ അലക്സ്, നിനക്ക് സൈബർ സെക്യൂരിറ്റിയിലെ ഏറ്റവും വലിയ വൾനറബിലിറ്റി എന്താണെന്നറിയാവോ? ഒരു ഗസ്. നമ്മളൊക്കെ സ്ഥിരം സംഭവിക്കുന്ന ഇത് എന്താണ്? ഫിഷിംഗ് പോലത്തുള്ള കാര്യങ്ങൾ അത്രയും ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല. ഇത് അത്രയും ഡെപ്തിലൊന്നുമല്ല, കെയർലെസ്നെസ് ആണ്. അതായത് നമ്മുടെ മനുഷ്യരെ ഇപ്പം പാസ്വേഡ് ഇപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് 1 2 3 4 5 6 7 8 അതുപോലത്തെ സിമ്പിൾ നമ്പേഴ്സ് പാസ്വേഡ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊരു ആൾക്കാർ തന്നെയാണ് ഒരു പഴുത് എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് കൊടുക്കുന്നത്. അതുവഴിയാണല്ലോ ഹാക്കേഴ്സ് കയറുന്നത്. ഇപ്പൊ നമ്മളൊരു വീട് നോക്കുകയാണെങ്കിലും ഡോറിന് ഇതില്ലെങ്കിൽ അതുവഴി ആൾക്കാർക്ക് കയറാൻ പറ്റുമല്ലോ. അപ്പോ 80% ഇമെയിലിലൂടെയാണ് അറ്റാക്ക് നടക്കുക. ഫിഷിംഗ് ആണ് 90% മോസ്റ്റ് ഓഫ് ദ സൈബർ അറ്റാക്സ് നടക്കുന്നത് ഫിഷിംഗിലൂടെയാണ്. അതിൽ 80% ഇമെയിൽ വഴിയാണ്. ഇന്ത്യയിൽ 80% ഇമെയിൽ വഴിയാണ് അറ്റാക്കുകൾ നടക്കുക. അപ്പോ ആദ്യം എനിക്കൊരു അറ്റാക്ക് പറയാം. ഐ ലവ് യു. എന്നോട് ഞാൻ പറഞ്ഞതല്ല, ഐ ലവ് യു വേം എന്ന് പറഞ്ഞ ഒരു വൈറസ്, അത് ഇമെയിലിൽ കൂടെ സ്പ്രെഡ് ആയ വൈറസ് ആണ്. ഇത് ഉണ്ടായത് 2000-ലാണ്. 2000-ല് ഒണേൽ ഡെൽ ഗൂസ്മാൻ, ഒരു ഫിലിപ്പീനി സ്റ്റുഡന്റ്, കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ്. പുള്ളിയുടെ പേരാണ് ഒണേൽ ഡെൽ ഗൂസ്മാൻ. അപ്പോ ഇയാള് ഐ ലവ് യു എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കി. അതില് ഐ ലവ് യു .text.dbs ആയിരുന്നു. DBS എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ സ്ക്രിപ്റ്റിംഗ് ഫയൽ ആയിരുന്നു അത്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ DBS കാണാൻ പറ്റത്തില്ല. അപ്പോ അതിനകത്ത് കാണാൻ പറ്റുന്ന മാത്രം ലവ് ലെറ്റർ ഫോർ യു .txt. ആൾക്കാർ നീ ആയാലും തുറക്കത്തില്ലേ, ഞാൻ ആയാലും തുറക്കും. അത് തുറന്ന് അതുണ്ടായ 45 മില്യൺ കമ്പ്യൂട്ടേഴ്സിനെ അത് ഇൻഫെക്ട് ആക്കി. അതുപോലെ തന്നെ ഏകദേശം 10 ബില്യൺ കോടിയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇതിൽ രസകരമായ കാര്യം, അന്ന് ഫിലിപ്പീനിൽ സൈബർ ക്രൈം ലോസ് ഇല്ല. അപ്പൊ അവനെ വധിക്കാനുള്ള ഇതില്ലായിരുന്നു. അവന് ആകെപ്പാട് 2000. അപ്പോഴാണ് ഫിലിപ്പീനുകളും ഈ എല്ലാ കൺട്രീസും സൈബർ ലോയെ പുഷ് ചെയ്യാൻ തുടങ്ങി. അത് ഇമെയിലിൽ കൂടെ സ്പ്രെഡ് ആയ സാധനമാണ്. അന്ന് പിന്നെയാണ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ട്വിറ്റർ റിലേറ്റ് ചെയ്തിട്ടൊരു ഇതുപോലെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതും ഏകദേശം അറൌണ്ട് 2000 സംതിങ്. നിനക്കറിയാം ട്വിറ്ററിൽ വന്നൊരു, അതായത് എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ് അതുപോലത്തെ ആൾക്കാരുടെ, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടില് ഇതുപോലെ അതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ശ്രദ്ധക്കുറവുകൊണ്ട് വന്നതല്ല. അതായത് ട്വിറ്ററിലെ ആൾക്കാർ തന്നെ ഈ അക്കൗണ്ടിലേക്ക് ഹാക്കേഴ്സിന് ആക്സസ് കൊടുത്തിട്ട് അവർ ഒരു വൾനറബിലിറ്റി ആക്സസ് ചെയ്തിട്ട് ഈ എലോൺ മസ്കിന്റെ എല്ലാ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അവര് എല്ലാ ആൾക്കാർക്കും ട്വീറ്റ് കൊടുത്തു. അപ്പം ഇപ്പം നീ ആണെങ്കിൽ എലോൺ മസ്കിന്റെ ഒരു പേജിൽ നിന്ന് നിനക്ക് മെസ്സേജ് തരുക, ബിറ്റ്കോയിൻ ഇത്ര സെൻഡ് ചെയ്ത് അത് ഡബിൾ ചെയ്ത് തരാമെന്ന്. നമ്മൾ സാധാരണ മനുഷ്യർ ആരാണെങ്കിലും അത് കയറിപ്പോ, നീ ആരും കയറത്തില്ല, അത് തന്നെയാണ് സംഭവം. അങ്ങനെ കുറെ പേരെടുത്തു. ഏകദേശം 45ഓളം ആൾക്കാർ, 145ഓളം ആൾക്കാർ ഇതിൽ വീണു. അങ്ങനെ ഈ ഹാക്കേഴ്സിന്റെ ഇഷ്ടം പോലെ പൈസ കിട്ടി. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ട്വിറ്ററിലെ ആൾക്കാർ തന്നെയാണ് എന്താ പറഞ്ഞേ ഇതായത്. അപ്പം അവിടെ ആൾക്കാര് പോളിസിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇതാക്കുവാണെങ്കിൽ കമ്പനീസിന്റെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാം. അതുപോലെ വേറെ ഇത് കെയർലെസ്നെസ് അല്ല, ഇത് ഇവന്റെ ബുദ്ധിപൂർവ്വന്റെ ഉണ്ടായ സാധനമാണ്. മാഫിയ ബോയ് അറ്റാക്കിനെ കുറിച്ച് അറിയാം. മാഫിയ ബോയ് അറ്റാക്ക് നടന്നത് 2000-ലാണ്. ആ പീരീഡിലാണ്. അതില് മൈക്കൽ കോൾക്ക് എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവനധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ 6ാം വയസ്സിൽ ഇവന്റെ അച്ഛൻ ഇവന് ലാപ്ടോപ്പ് മേടിച്ചു, കമ്പ്യൂട്ടർ മേടിച്ചു. നിനക്ക് വശം വന്ന അച്ഛൻ എന്നെ മേടിച്ചായിരുന്നു. ഞാനൊക്കെ എന്റെ 6ാം വയസ്സിൽ മറ്റേ വീഡിയോ ഗെയിം മാരിയോ, എനിക്ക് മുട്ടായി മേടിച്ചായിരുന്നു. അത് റിച്ച് ടീമായിരുന്നു. അപ്പോ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുത്തിട്ട് നമ്മള് സാധാരണ കമ്പ്യൂട്ടർ ഇട്ട ഗെയിം മൈൻഡ് അതുപോലത്തെ ഗെയിംസ് പഠിക്കും. ഇവൻ ക്യൂരിയോസിറ്റി കാരണം ഇവൻ കുറെ കമാൻഡ്സ് പഠിക്കാൻ തുടങ്ങി. കമാൻഡ്സ് പഠിച്ച് ഇവൻ AOL എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ നെറ്റ്വർക്ക് കൊടുക്കുന്ന ഒരു ഫേമസ് ഒരു കമ്പനിയായിരുന്നു. അതിന് ഇവന് 30 ദിവസത്തെ ട്രയൽ കിട്ടി. അതായത് ഫ്രീ ട്രയൽ, ഇന്റർനെറ്റ് നിൽക്കുക. അപ്പോഴാണ് അവൻ ആദ്യമായിട്ട്, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടാണ് അവൻ ഇന്റർനെറ്റ് കയറി 30 ഡേ ഫ്രീ ട്രയൽ ആയിരുന്നു അവൻ്റെ. അവൻ അത് പോയി എക്സ്റ്റെൻഡ് ചെയ്ത് 30 ഡേ മാറ്റി ഫുൾ ഫ്രീ ട്രയൽ ആക്കി. അപ്പൊ ഫ്രീ ഇന്റർനെറ്റ് ആയിരുന്നു അവന്. അപ്പൊ അതില് പിന്നെ നിനക്ക് ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ നീ ആ പരിപാടിയും ചെയ്യും, ഉറപ്പല്ലേ? കമാൻഡ്സ് പഠിക്കുകയാണ്, അതും ചെയ്യും. ഇവന് അതിനകത്ത് ഒരു ചാറ്റ് റൂം ഉണ്ട്, AOL ചാറ്റ് റൂം. അതില് ഇവൻ കുറെ ഹാക്കർ ഗ്രൂപ്പിനെയൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി, അവരായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യം AOL വരെ ഇവരെ പറഞ്ഞു വിട്ടു, കാരണം ഇവൻ കുറെ മെസ്സേജ് ഇങ്ങനെ സ്പാം ചെയ്യുമായിരുന്നു. അതുപോലെ ഇവൻ ആദ്യം കുറെ ഹാക്കർ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഇവൻ TNTPS സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു ഹാക്കർ ഗ്രൂപ്പിൽ കയറി. അവിടെ നിന്നാണ് ഇവന്റെ പേര് കിട്ടിയ മാഫിയ ബോയ്.
ചെത്ത് പേരല്ലേ, നമ്മൾ ഈ പബ്ജിയിലെ കളിക്കുമ്പോൾ യൂസർ നെയിം കൊടുക്കുന്നത് ചെത്ത് നെയിം അത്. ഇപ്പൊ മാഫിയ എന്നിട്ട് ഇവൻ IRC അതായത് ഇന്റർനെറ്റ് റിലേ ചാറ്റിൽ ഇവൻ കയറി ഇവൻ അവിടുത്തെ ഹാക്കർ ഗ്രൂപ്പിനെയൊക്കെ പരിചയപ്പെട്ട് എന്നിട്ട് ആകർഷിച്ച് ഇവൻ ആദ്യം യാഹുവിടെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ആണെന്ന് അത് ഇവൻ കയറി ഹാക്ക് ചെയ്ത് ഇവൻ അവേഴ്സിൽ അത് ഷട്ട് ഡൗൺ ചെയ്തു. യാഹു ഷട്ട് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരുത്തൻ ചലഞ്ച് ചെയ്തു, മോനെ നീ CNN ഒന്ന് ഹാക്ക് ചെയ്ത് നോക്ക്, അത് ഏറ്റവും സെക്യൂർ ന്യൂസ്. CNN എന്ന് പറഞ്ഞാൽ ന്യൂസ് ചാനൽ, ന്യൂസ് ഇല്ല CNN, അമേരിക്കയിലെ ഒരു വലിയ ന്യൂസ് ചാനലായിരുന്നു. അതൊന്ന് ഹാക്ക് ചെയ്ത് നോക്ക്, നിനക്ക് പറ്റുവാണോ ചെയ്തതെന്നോ. ഇവൻ ആ ചലഞ്ച് എടുത്ത് അത് CNN പൂട്ടി. അതുപോലെ eBay, നെറ്റ്ഫ്ലിക്സ്, അവസാനം പൊട്ടിച്ച ഡെല്ല് പൊട്ടിച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഓവർ കറേജ് എന്ന് പറയും. ഇവൻ ചാറ്റ് റൂമിൽ കയറിയിട്ട് ഞാൻ റോംബ ഹാക്കർ, ഞാൻ പെരിയ ഹാക്കർ, ഞാൻ അത് ചെയ്ത്, ഞാൻ ഇത് ചെയ്ത് എന്ന് പറഞ്ഞ് ഇവൻ തന്നെ ഇവനെ സ്വയം കൊഴുത്താൻ തുടങ്ങി. ആരായാലും കൊഴുത്തി പോകും. 15 വയസ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് ഇവൻ സ്വയം പൊഴുത്താൻ കൊണ്ട് ആളെ കിട്ടി. കാരണം അയാൾ ഉപയോഗിക്കുന്ന കാനേഡിയയിലെ ഒരു ISP എന്നാണ് ഉപയോഗിക്കുന്നത്. FBI-യും കനേഡിയൻ പോലീസിനും കിട്ടിയിട്ട് ഇവനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോ ഇവന്റെ വീടും ഇവന്റെ അഡ്രസ്സും എല്ലാം FBI-ക്കും പോലീസിനും കിട്ടി. പിന്നെ അവനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അന്ന് 15 വയസ്സ് കൊണ്ട് അവന് ഒരു വർഷത്തെ 8 മാസത്തെ പ്രൊബേഷൻ പീരീഡും 1 വർഷത്തെ ഇന്റർനെറ്റ് ഇല്ല. 1 വർഷം അവൻ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ $1000 ഫൈന്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം അവൻ വലിയൊരു എത്തിക്കൽ ഹാക്കറാണ്. കമ്പനീസിനെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് എത്തിക്കണം. ഇതുപോലെ ഒരു അറ്റാക്ക് മേഡിയോ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളിപ്പം ഒരു ഹോട്ടലിൽ പോവാ, 100 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉള്ളൂ. പക്ഷെ ഒരു ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കിനും വെയിറ്റർ കിച്ചണിൽ പറഞ്ഞിട്ട് അവിടെ ഷെഫ് ഉണ്ടാക്കാൻ തുടങ്ങും. പക്ഷെ ഈ ഓർഡർ എന്തെങ്കിലും ഒരു കാരണം വന്നിട്ട് ക്യാൻസൽ ആവും. അപ്പം വെയിറ്റർ ഇരുന്ന് ഷെഫിനോട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ റാൻഡം ആയിട്ട് കുറെ ഫുഡ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ശരിക്കും ഒരു ഓർഡർ വരുവാണെങ്കിൽ അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഷെഫ് അവിടെ ബിസിയാണ്. അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് റിലേറ്റ് ചെയ്യാം. അതായത് ബാക്ക് എൻഡിൽ സെർവർ ഇങ്ങനെ ശരിക്കും ഒരു റിക്വസ്റ്റ് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഓതറൈസ്ഡ് യൂസർ വരുമ്പോഴത്തേക്കിനും കിട്ടത്തില്ല. കാരണം ബാക്ക് എൻഡിൽ ഇങ്ങനെ കുറെ റിക്വസ്റ്റ് വന്ന് അതിങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുക. സോ അവിടെ CPU, മെമ്മറി ഇതൊന്നും കിട്ടാതെ വന്ന് ഒരു ക്രാഷ് പോലെ വരും. അതായത് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ, അങ്ങനെയും പറയാം. ഷെഫൊക്കെ ചുമ്മാ ഫുഡ് ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്തത് സൈബർ പടങ്ങളെ പറ്റി പറഞ്ഞുതരും. സൈബർ രംഗങ്ങൾ കാണിച്ച ലേശം പടങ്ങളുണ്ട്. അതില് ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ജാവ. ഞാൻ കണ്ടിട്ടില്ല ഓപ്പറേഷൻ ജാവ ഉണ്ട്. ഓപ്പറേഷൻ ജാവ അതിലെ ആക്ടറെ അറിയത്തില്ല, ആക്ട്രസ് അമിത ബൈജു മാത്രം അറിയാം. അപ്പൊ അത് മെയിൻലി അത് കേരളത്തിൽ നടന്ന ഇൻസിഡൻസിനെ ഡിപിക്ട് ചെയ്തൊരു മൂവിയാണ്. പ്രേമ സിനിമ എങ്ങനെ കണ്ടേ? പ്രേമ സിനിമയുടെ ഒരു ലീക്ക് വെർഷൻ. അതായത് കേരളത്തിലെ മിക്ക മൂവി തിയേറ്റർ ഇറങ്ങുമ്പോൾ അപ്പൊ തന്നെ പോയി സൈറ്റിൽ കയറി പൈറസി സൈറ്റിൽ കയറുന്നുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഓപ്പറേഷൻ ജാവ കാണിക്കുന്നുണ്ട്. തിയേറ്റർ പ്രിന്റ് അല്ല, എക്സാക്ട് നമുക്ക് HD പ്രിന്റ് തന്നെ. ചിലപ്പോൾ തിയേറ്റർ പ്രിന്റ് നമുക്ക് ടോറന്റ് സൈറ്റുകൾ കിട്ടാൻ തുടങ്ങി. അപ്പൊ അത് സംശയം തോന്നി. അങ്ങനെ ഇതിനകത്ത് ടെമ്പററിയാ ഇവര് ആ രണ്ട് ടെമ്പററി ആയിട്ട് കേരള സൈബർ സെല്ലിൽ ചേർന്നു. എന്നിട്ട് അവരാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അവര് അവരാണെന്ന് തോന്നുന്നു കണ്ടുപിടിച്ചിട്ട്. അതായത് ഇവര് ആദ്യം നോക്കി IP ട്രേസിംഗ് സംഭവം പരിപാടി അറിയും. IP ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറോട് ഈ IP ലോഗ്സ് എല്ലാം ചെയ്യും. ഇവന്റെ IP ഇട്ടാൻ തുടങ്ങി ഇതിന്റെ ലോഗ് ചോദിക്കും. അതായത് ഇവൻ എവിടെന്നാ കയറുന്നത്, അങ്ങനെ കുറെ ലോഗ്. പിന്നെ ഇവർക്ക് മണ്ടത്തരം പറ്റിയത് ഓരോ വീഡിയോ ഫയൽ ഇല്ലേ, അതിന് മെറ്റാ ഡാറ്റ കാണും. അതായത് എപ്പോ ഉണ്ടാക്കി ഏത് ലൊക്കേഷൻ ആണ് ഉണ്ടാക്കി, അങ്ങനെ മെറ്റാ ഡാറ്റാസ് കാണും. അതും പിന്നെ IP ട്രേസിങ്ങും പിന്നെ ഫിനാൻഷ്യൽ ഇടപാട്, അതായത് ബാങ്ക് അക്കൗണ്ടിൽ കൂടെ അവർക്ക് ആളെ കിട്ടി. ഏത് പേയ്മെന്റ്സ് നടന്നത് ഒരാളുടെ കൂടെയാണ്. അപ്പൊ അങ്ങനെ അവർ ട്രാക്ക് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ച്. പിന്നെ അതുപോലെ വേറെ ഓൺലൈൻ ജോബ് സ്കാം ഉണ്ടായിരുന്നു. ഓൺലൈൻ ജോബ് സ്കാം എന്ന് പറയുമ്പോൾ അതും മെയിൻലി ജോലി തരാം, ഒരു ഫേക്ക് വെബ്സൈറ്റും ഫേക്ക് നമ്പർ ഉണ്ടാക്കി ഞാൻ ജോലി തരാം, ഞാൻ ഇത് തരാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പൊട്ടിക്കുന്ന ഒരു സംഭവം. അത് ഡൊമൈൻ ചീപ്പ് ഡൊമൈൻ വാങ്ങിച്ചിട്ട് അത് ഫേക്ക് സൈറ്റ് ആക്കി. അത് പിന്നെ ഇവര് കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ കുറെ ഉണ്ട്. അതുപോലത്തെ വേറെ ഒരു പടം, ഒരു തമിഴ് പടം ഉണ്ടല്ലോ, ഇരുമ്പുതിരയാന്ന് തോന്നുന്നു. ഇരുമ്പുതിര അത് ഇച്ചിരി എക്സാജറേറ്റഡ് ആണ്. പക്ഷെ അതിനകത്ത് അത് മെയിൻലി ഫിഷിംഗ് ആണ്. അത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നടക്കുന്ന ഇന്ത്യൻ അത് എടുക്കുന്ന കബളിപ്പിച്ചെടുക്കുക.
സോഷ്യൽ നമ്മള് ചൂണ്ടയിടുന്ന പോലെ തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി എടുക്കും. അപ്പൊ അത് ഇന്ത്യയിൽ തന്നെ കുറെ ഹബ് ഉണ്ട്, ഫിഷിങ്ങിന്റെ തന്നെ കുറെ ഹബ്സ് ഉണ്ട്, നോയിഡയിലും കൊച്ചിയിൽ വരെ ഹബുണ്ട്. അപ്പോ അതില് ഫിഷിംഗ് ആയിരുന്നു മെയിൻ. അതായത് ഇവൻ മനസ്സിലായി ഇവന്റെ ആധാർ, ഇവന്റെ ഡാറ്റ എല്ലായിടത്തും ഉണ്ട്. അപ്പോഴാണ് അവൻ മനസ്സിലാവുന്നത് അതില് ആധാർ കാർഡിന്റെ ഇമ്പോർട്ടൻസ്. ഒരു സൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇമെയിൽ എന്തോ ഹാവ് ഐ ബീൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ബ്രീച്ച് ആയതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതില് ആധാർ കാർഡും ഇതും ഡാർക്ക് വെബിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അതായത് കുറെ ഡാർക്ക് വെബില് നമ്മുടെ ആധാറും ബാങ്ക് അക്കൗണ്ടും 500 രൂപയാണ് ചീപ്പായിട്ട് നമുക്ക് എടുക്കായിരുന്നു. അപ്പൊ അന്ന് അത് സത്യം പറഞ്ഞ ഡാറ്റയ്ക്ക് അത്ര വാല്യൂ ഉണ്ടെന്ന് ആ സിനിമ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞാൽ സത്യം പറ 24 കാരറ്റ് ഗോൾഡ് ആണ്. പൈസ ഇല്ലെങ്കിലും ഗോൾഡ് ആണ് അത്. അപ്പം ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? സൈബർ അറ്റാക്കുകൾ വരും അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമ്മളാൽ കഴിയുന്ന പോലെ ആദ്യം സ്ട്രോങ് പാസ്വേഡ്സ് ഉപയോഗിക്കുക. ഈ 1 2 3 4 അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതൊന്നും ഉപയോഗിക്കില്ല. 1 2 3 ഒന്നും ആരും ഉപയോഗിക്കില്ല. അലക്സ് ഒന്നും ഉപയോഗിക്കണ്ട. പേഴ്സണൽ ഡേറ്റാസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പേഴ്സണൽ ഡേറ്റ അതായത് പാസ്വേഡ് ഉണ്ടാക്കുവാണെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ ചേർത്ത് കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള ഒരു പദ്ധതി. അതായത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്മള് ഫേസ്ബുക്കിൽ കയറുമ്പോൾ നിനക്ക് അങ്ങനെ അടിച്ചു കയറാൻ പറ്റുമോ? ഇല്ല. അതുപോലെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് അല്ലേ ചോദിക്കുന്നവര്, ഇന്ന ചേർക്കണം ഇന്ന ചേർക്കണം. അതുപോലെ നമ്മള് ബയോമെട്രിക് ആണെങ്കിലും അല്ലെ എല്ലാം ഫിംഗർ പ്രിന്റ് ഫേസ് എല്ലാം വെക്കാൻ നോക്കുക. ഒരെണ്ണം മാത്രം ആക്കാതെ OTP എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അത്രയും കൂടെ സെക്യൂരിറ്റി കിട്ടും. പിന്നെ എപ്പോഴും ഒരു സൈറ്റിൽ കയറുമ്പോൾ മാക്സിമം HTTPS ഹെഡറുള്ള ആ സൈഡിലുള്ള സൈറ്റിലോട്ട് കയറാൻ നോക്കുക. HTTPS പ്രോട്ടോകോൾ അത് ഏതെങ്കിലും സൈറ്റ് ഉണ്ടാകാൻ നോക്കുക. HTTPS പ്രോട്ടോകോൾ ഉള്ള സൈറ്റുകൾ മാക്സിമം കയറാൻ നോക്കുക. HTTP കയറില്ല. കാരണം HTTP സൈറ്റുകൾ സെക്യൂർ അല്ല. HTTP സെക്യൂർ അല്ല, HTTPS സെക്യൂർ ആണ്. അതുപോലെ തന്നെയാണ് ഈ ആപ്പുകളുടെ അപ്ഡേഷൻ വരുന്നത്. കാരണം നമ്മളെല്ലാരും അത് പ്ലേ സ്റ്റോറിൽ പോയി ആരും നോക്കാറ് പോലും ഇല്ല ആപ്പുകളിലെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഈ അപ്ഡേഷൻ എന്ന് പറയാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്പിൽ വരുന്ന സെക്യൂരിറ്റി വൾനറബിലിറ്റി അല്ലെങ്കിൽ പാച്ചസിനെ എന്താ പറയുക ഒന്ന് ഇതാക്കിക്കൊണ്ടാണ് എല്ലാവരും ആ ആൾക്കാർ അല്ലെങ്കിൽ ടെസ്റ്റർ അത് ഇറക്കുന്നത്. അപ്പം കഴിവതും എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ആപ്പുകൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഈ വൾനറബിലിറ്റീസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പേയ്മെന്റ് ചെയ്യുമ്പോ ഓൾവേസ് ചെക്ക് ദ ബാങ്ക് നെയിം ചെക്ക് ചെയ്തിട്ടേ മാത്രമേ നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലെ ഫേക്ക് QR കോഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ പ്രകാശം പോകും. ഇല്ല ഇല്ല. അതുപോലെ ഈ ഫിഷിംഗ് ഫേക്ക് വെബ്സൈറ്റ് വരുവാണെങ്കിൽ ഇപ്പം ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ചിലപ്പം ഒരെല്ല് കൂടുതൽ കാണും ഫേക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആ സൈറ്റിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു ഇത് കാണുമായിരിക്കും. ഒരിടയ്ക്ക് മറ്റേ KFCയുടെ എന്തോ ഓഫർ അങ്ങനെ തട്ടിപ്പ് പോലെ ഒന്നായിരുന്നു. കാരണം സൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത് ഒരു വീക്ക് അതൊന്നാ വിശന്നിരിക്കുവാണ് ഓർഡർ. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, പാസ്വേഡ്സ് പ്രോപ്പറായിട്ട് 6 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുക. പിന്നെ സൈറ്റ് സെക്യൂർ ആയിട്ടുള്ള സൈറ്റിൽ കയറാൻ നോക്കുക. അതുപോലെ തന്നെ പാസ്വേഡ്സ് സ്ട്രോങ് ആക്കാൻ നോക്കുക. കൂടുതൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഈ .ampersand അതൊക്കെ വെച്ചിട്ട് സ്ട്രോങ് ആക്കാൻ നോക്കുക. പിന്നെ ഈ ആപ്പിന്റെ സെക്യൂരിറ്റി ആപ്പിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോ അതൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കില്ലേ, അതൊരു വൾനറബിലിറ്റി ആയിട്ട് ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് സൈബർ അറ്റാക്കുകളൊക്കെ ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് ഒരു ഡോർ പോലെ കൊടുക്കുന്നത് ഹാക്കറിന്. സോ അത് നമ്മൾ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഇമെയില് അതൊക്കെ നല്ല ശ്രദ്ധയോടെ നല്ല നോക്കിയിട്ടൊക്കെ തുറക്കുക. ഈ I love you എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും തുറക്കല്ലേ. കാരണം അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യൂരിയസ്. അതൊരു മെയിൻ വെപ്പണാണ് അവർ. ആ ക്യൂരിയസ് ആയ ആരായാലും തുറന്നു. വേറൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും